ഹായ് എവ്രി വൺ, വെൽക്കം ടു പോർച്ചുഗൽ. ഞാൻ പോർച്ചുഗലിൽ പോർട്ടോ പറഞ്ഞ സ്ഥലത്താണുള്ളത്. ആൻഡ് ഭയങ്കര അടിപൊളിയാണ് ഇവിടുത്തെ ഫുഡ്, പോർച്ചുഗീസ് ഫുഡ്. നിങ്ങൾ എൻ്റെ വ്ളോഗ്സ് കാണുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഞാൻ ലക്സംബർഗിൽ ഡുട്ട്ലാഞ്ച് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ അവിടുത്തെ പകുതി കമ്മ്യൂണിലുള്ള ആൾക്കാർ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ ഞാൻ അവിടുന്ന് പോർച്ചുഗീസ് ഫുഡ് കഴിച്ചിട്ടുണ്ട്. അപ്പം ഐ വാസ് ബിറ്റ് എക്സൈറ്റഡ് ഇവിടുത്തെ ഫുഡ് ഡിസ്കവർ ചെയ്യാനും ടേസ്റ്റ് ചെയ്യാനും ഒക്കെ. അപ്പം ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ കാണാൻ പോകുന്നത് വാട്ട് ഐ ഏറ്റ് ഇൻ പോർട്ടോ. നമ്മൾ മലയാളീസിനെ പോലെ തന്നെ വളരെയധികം ഫുഡിനോട് ഇഷ്ടമുള്ള ആൾക്കാരാണ് പോർച്ചുഗീസുകാർ. ബിക്കോസ് ഇവിടെ എല്ലാ മുക്കിലും മൂലയിലും ഫുൾ കഫേസും ഫുൾ അടിപൊളി ഫുഡും ഒക്കെ ഉണ്ട്. അപ്പം ഇന്നത്തെ വ്ളോഗിൽ നിങ്ങൾ അതൊക്കെയാണ് ഫുള്ള് കാണാൻ പോകുന്നത്. ഞാൻ ആദ്യം തന്നെ പോയത് കാസ്ട്രോ പറഞ്ഞിട്ടുള്ളൊരു പേസ്ട്രി ഷോപ്പിലാണ്. ഇവിടുത്തെ പോർച്ചുഗീസുകാർ ഫേമസ് ആയിട്ടുള്ളൊരു എഗ് കസ്റ്റേർഡ് ടാർട്ട് കഴിക്കാനാണ് പോയത്. ഇതിൻ്റെ പേര് പാസ്റ്റീസ് ഡെ നാട്ട എന്നാണ് പേര്. ഇത് ഞാൻ 2-3 പ്രാവശ്യം വേറെ ഷോപ്പിൽ നിന്നൊക്കെ കഴിച്ചു. പക്ഷേ എനിക്ക് ഇവിടുന്നാണ് ഏറ്റവും ഇഷ്ടമായത്. കാസ്ട്രോ പറഞ്ഞ പേസ്ട്രി ഷോപ്പിൽ നിന്ന് കഴിച്ചിട്ടാണ് ഏറ്റവും ഇഷ്ടമായത്. പിന്നെ അവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നതും ഒക്കെ എനിക്ക് കാണാൻ പറ്റി. ആൻഡ് ഇത് കഴിക്കുക ഇതിൻ്റെ മേലെ കുറച്ച് സിനമൺ പൗഡറും പൗഡേർഡ് ഷുഗറും ഇതിൻ്റെ മേലെ ഇട്ടിട്ടാണ് കഴിക്കുന്നത്. ഇത് കോഫീൻ്റെ കൂടിയോ അല്ലെ വൈൻ്റെ കൂടിയോ ഒക്കെയാണ് ഇവിടുത്തെ ആൾക്കാർ കഴിക്കുന്നത്. പിന്നെ പോർച്ചുഗലിൽ പോയ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അധികം ഈ ഒരു ടാർട്ടാണ് കഴിക്കാൻ കിട്ടുക. ഇതിൻ്റെ പുറമെ ഒരു പഫ് പേസ്ട്രി ടൈപ്പും ഉള്ളിൽ കസ്റ്റേർഡ് ഫില്ലിങ്ങുമാണ് ഉള്ളത്. പിന്നെ ഞാൻ പോയത് ബോളിയോ പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഇത് ഇവിടെ ഒരു വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് വെരി ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. ഞാനൊരു 3-day ട്രിപ്പിനാണ് പോർട്ടോയിൽ വന്നത്. ഈ ഒരു 3 ദിവസത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഞാൻ 2 days ഞാൻ ഈ ഒരു മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ബിക്കോസ് അത്രമാത്രം വെറൈറ്റി ഓഫ് ഫുഡ് ഇവിടെ ഉണ്ട്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് ഫിഷ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷ് ഒരു ഒലിവ് ഓയിലിൽ അങ്ങനത്തെ ഒരു ഓയിലിൽ ഇട്ട് വെക്കുന്നത്. ഇത് ഇവിടുത്തെ ആൾക്കാർ ഇവിടെ സോവിനിയർ പോലെ വാങ്ങിക്കൊണ്ടുപോകുന്നതാണ്. പിന്നെ കുറേ ടൈപ്പ് ഓഫ് പോർച്ചുഗീസ് ഫുഡ് ഇവിടെ കിട്ടുന്നതാണ്. ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള മാർക്കറ്റാണ്. ഫുഡ് മാത്രമല്ല, ഗ്രോസറി സാധനങ്ങൾ, അങ്ങനത്തെ എല്ലാ സാധനവും, വൈന് ഒക്കെ ടേസ്റ്റ് ചെയ്യാൻ ഇവിടെ കിട്ടുന്നതാണ്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടുന്ന് വൈറ്റ് കളർ സ്ട്രോബെറി കണ്ടത്. അങ്ങനെ കട്ട് ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ മിക്സ്ഡ് ആയിട്ടുള്ള ജ്യൂസസ് കിട്ടുന്നുണ്ടായിരുന്നു. മിക്സ് ഫ്രൂട്ട്സിൻ്റെ ജ്യൂസ് കിട്ടുന്നുണ്ടായിരുന്നു. പല ഫ്രൂട്ട്സും മിക്സ് ചെയ്ത് അടിച്ചു വെച്ച ജ്യൂസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ആൻഡ് വലിയ റേറ്റും ഇല്ല, ആകെ €2 ഒറ്റേ ഉള്ളൂ. അടിപൊളി, നല്ല സൂപ്പർ ഫ്രഷ് ജ്യൂസ്. ഞാൻ അതിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ വേറൊരു പോർച്ചുഗീസ് ഡെസേർട്ട് കണ്ടു. ആൻഡ് എവറിബഡി വാസ് ട്രൈയിങ് ഇറ്റ്. അപ്പം എനിക്കൊരു ക്യൂരിയോസിറ്റി ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അവർ പറഞ്ഞ ഇതിൻ്റെ പേര് ഡെലീഷ്യ ദ പോർട്ട് എന്നാണ് ഇതിൻ്റെ പേര്. ഗൈസ്, ഞാൻ ഇവിടുന്ന് ഒരു ഡെസേർട്ട് ട്രൈ ചെയ്യാണ്. എന്തോ ആമൻസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ട് എന്നാണ് പറഞ്ഞത്. ട്രൈ ചെയ്ത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയുണ്ട്. നല്ല അടിപൊളിയുണ്ട്. സത്യം പറയല്ലോ, ഈ ഒരു മാർക്കറ്റ് എന്തായാലും പോർട്ടോയിൽ ആരെങ്കിലും വരാണെങ്കിൽ എന്തായാലും വിസിറ്റ് ചെയ്യണം. ബിക്കോസ് അത്രയ്ക്ക് തിന്നാനുണ്ട്, കുറേ സാധനങ്ങൾ കാണാനുണ്ട്. അടിപൊളിയാണ്. സോ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു മാർക്കറ്റാണ്. പിന്നെ ഞാൻ കണ്ടത് എന്താ വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസ് ഉണ്ട്. ഇവിടെയുള്ള ആൾക്കാർ വൈൻ്റെ കൂടെ അധികം ചീസൊക്കെയാണ് കഴിക്കാറ്. പിന്നെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡ്രൈ ഫ്രൂട്ട്സുകൾ ഉണ്ടായിരുന്നു. ആൻഡ് വലിയ റേറ്റ് ഇല്ല. പൊതുവേ യൂറോപ്പിൽ ഡ്രൈ ഫ്രൂട്ട്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. അപ്പം ഇവിടെ കുറച്ചും കൂടി റേറ്റ് കുറവായിട്ടായിരുന്നു ഈ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. ഇതിൻ്റെ പേര് എന്തോ ഡെലിക്കാസ് ഡോ മാർ അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടത് എനിക്കറിയില്ല. ഇത് ചൊറീസോ ആണ്.
നമ്മൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റ് ആണ് ഇൻ പോർട്ടോ. ഈ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് നമ്മൾ ആക്ച്വലി കുറേ നടന്നിട്ടാണ് ഇവിടെ എത്തിയത്. സീറ്റ് കിട്ടുമോ കുറച്ച് ഡൗട്ട്ഫുൾ ഇനി, ബട്ട് ഫോർച്ചുനേറ്റ്ലി നമുക്ക് വേഗം സീറ്റ് കിട്ടി. ഇവിടുത്തെ വെരി പോപ്പുലർ ആയിട്ടുള്ളൊരു പോർച്ചുഗീസ് സാൻഡ്വിച്ച് ആണ്. ഇതിൻ്റെ പേര് ഫ്രാൻസിസീനിയ ആണ്. ഇതൊരു മസ്റ്റ് ട്രൈ ആണ് വെൻ യു കം ഇൻ പോർട്ടോ. നെക്സ്റ്റ് ഡേ ലഞ്ചിന് വേണ്ടി ഞാൻ പോയത് സാവോ ബെൻറ്റോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ടൈം ഔട്ട് മാർക്കറ്റ് ഉണ്ട്. അവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ലൈക്ക് ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റ്സ്, പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റ്സ്, അങ്ങനത്തെ കുറേ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് ഒരു പോർച്ചുഗീസ് റെസ്റ്റോറൻറ്റിനാണ് ഫുഡ് ട്രൈ ചെയ്തത്. അപ്പം ഈ 2 ഫുഡാണ് ഞാൻ ഇവിടുന്ന് ട്രൈ ചെയ്ത്. ഒന്ന് കോഡ് ഫിഷ് വിത്ത് എഗ്സ് ആൻഡ് പൊട്ടേറ്റോസ്. ഇത് കോഡ് ഫിഷ് ഫ്രൈ ആയിട്ടുള്ളതായിരുന്നു. ഞാൻ ഇപ്പം കഴിച്ച ഫുഡ് ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, അടിപൊളി, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ തീർന്നിട്ട് സത്യം പറഞ്ഞാൽ സങ്കടമായി, അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ടോട്ടലി റെക്കമെൻഡ് ചെയ്യുന്നു, അഥവാ ആരെങ്കിലും വരാണെങ്കിൽ ഈ ഒരു ഫുഡ് ട്രൈ ചെയ്യണം എന്നുള്ളത്. പിന്നെ ഞാൻ ഈവനിങ് പോയത് ഗസേല പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. നമ്മൾ ആദ്യം വിചാരിച്ച് നമുക്ക് ഇതിൽ കയറാൻ പറ്റില്ല, ബിക്കോസ് ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ വേണ്ടിയിട്ട്. മെയിൻ ഇവിടുത്തെ ഡിഷ് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പോർച്ചുഗീസ് ഹോട്ട് ഡോഗ് ആണ്. അതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്, വിത്ത് ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇവിടുത്തെ മെയിൻ ഇത് പോപ്പുലർ ആയിട്ടുള്ള. സോ ഇതാണ് ആ പോർച്ചുഗീസ് ഹോട്ട് ഡോഗ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നോർമൽ ഹോട്ട് ഡോഗിനെക്കാട്ടും കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരുന്നു ഇത്. ഡിന്നർ ഞങ്ങൾ ട്രൈ ചെയ്ത് ഞങ്ങൾ ഹോട്ടലിൻ്റെ അടുത്ത് താമസിച്ച ഒരു റെസ്റ്റോറൻറ്റിലായിരുന്നു. ആദ്യം ഒരു ടൂണ സാലഡ് ആയിരുന്നു. ഇറ്റ് വാസ് റിയലി ഗുഡ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു സാലഡ്. പിന്നെ സാൽമൺ വിത്ത് പൊട്ടേറ്റോസ് ആൻഡ് വെജീസ് ആയിരുന്നു ട്രൈ ചെയ്തത്. ദിസ് വാസ് ഓൾസോ റിയലി ഗുഡ്. പിന്നെ ഇവിടുത്തെ ഒരു പോർച്ചുഗീസ് സ്പെഷ്യാലിറ്റിയാണ് ഷ്രിംപ് വിത്ത് റൈസ്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ തോന്നി, ദിസ് ഇസ് നോട്ട് മൈ കപ്പ് ഓഫ് ടീ. ഈവൻ കഴിച്ചിട്ടും എനിക്ക് പേഴ്സണലി ഇത് ഇഷ്ടമായില്ല. പക്ഷേ ഇത് ഇവിടുത്തെ ഒരു ഒത്തൻറ്റിക് ആയിട്ടുള്ള ഒരു ഡിഷാണ്. പക്ഷേ പേഴ്സണലി എനിക്കെന്തോ ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല.